ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സഭാപർവം തുടരുന്നു. ദ്രൗപദി വസ്ത്രാക്ഷേപം. പാഞ്ചാലി തന്നെ വിളിക്ക ഇനിയേതും ചാഞ്ചല്യം വേണ്ട ഇതെന്നു സുയോധനൻ. കൃഷ്ണേ വരിക നീ മുറ്റമടിപ്പാനെന്നുഷ്ണിച്ചു നിന്നൊരു ദുശാസനൻ ചൊന്നാൻ. ദുശാസനൻ ചെന്നു ലജ്ജയും കൈവിട്ടു ദുശ്വാസനം ചെയ്ത നേരത്തു കൃഷ്ണയും പോരുവാനുണ്ടു വിഷമം എനിക്കെന്നു വാരിജലോചന താനുമുര ചെയ്താൾ. തന്നീരജസ്വലയായിരിക്ക തന്നെ ചെന്നു തലമുടി ചുറ്റി പിടിപ്പെട്ടു. സജ്ജനമെല്ലാരും നോക്കിയിരിക്കവേ ദുർജനാഗ്രേസരൻ ദുശാസനൻ ഖലൻ. കച്ചേൽ മുലയാളയിട്ടു സഭാന്തരെ സ്വച്ഛമായേറ്റം മൃദുതരമാകിയ വസ്ത്രമൊരു തല ചുറ്റിപ്പിടിപ്പെട്ടു. നിസ്തേജനേതും മടിയാതടിച്ചപ്പോൾ നാരീമണിയും മുറ തുടങ്ങിയിടിനാൾ. നാരായണ ഹരേ രാമദയാപര വിഷ്ണു ജഗത്പദേ വൃഷ്ണികുലോത്ഭവ കൃഷ്ണായദുപദേ പാഹി നമോസ്തുതേ. ശ്രീവാസുദേവ ധരണീധര ചക്രപാണേ വരാഹ നരസിംഹ രാഘവ പത്മനാഭ കൃഷ്ണ രാമ മുരഹര പത്മാവലോകന പത്മാലയാപദേ. ദേവദേവ മഹാദേവേശ കേശവ ദേവാധിനാഥ ഹരേ തേ നമോ നമഃ. ഇത്തം പ്രലാപം കലർന്നോരു നേരത്തു വസ്ത്രമടിച്ചോളമുണ്ടങ്ങു പിന്നെയും ഏറിയൊരാടയവനഴിച്ചിട്ടിട്ടും കൂറ അരയിന്നു വേറായതില്ലേതും. കൂറരവിന്ദാക്ഷനുണ്ടായാലുള്ളൊരു കാര്യമിങ്ങനെ വന്നു ന്യായമെടോ. നിർജ്ജരനായക നന്ദനാകിയോരർജുന ഭീമാദികൾ കണ്ടു നിൽക്കവേ പിച്ചയവരുടെ ധൈര്യം നിരൂപിക്കിലച്യുതൻ തന്നെ മായാബലവശാൽ. ആർക്കഭിമാനക്ഷയവും ആപത്തുമിതോർക്കിൽ മനുഷ്യരായാൽ വരാതെയുള്ളൂ. കാഞ്ചികൾ കൊണ്ടു മുറുക്കി കിടന്നൊരു പാഞ്ചാലി തന്നെ പൂഞ്ചേലയന്നേരം മറ്റൊരു ദുഷ്ടൻ പിടിച്ചഴിക്കുന്നതു കുറ്റമൊഴിഞ്ഞവർ കണ്ടു നിന്നിടിനാർ. സത്യത്തെ ലംഘിക്കരുതെന്നു ചിന്തിച്ചു സത്യപരായണന്മാരടങ്ങി ദൃഢം. ധാർത്തരാഷ്ട്രന്മാരെ നിങ്ങളിലാരാനും പാർത്ഥിവനന്ദനയായ പാഞ്ചാലിയെ വല്ലഭയാക്കി വരിച്ചുകൊൾ എന്നതു ചൊല്ലിനാൻ കർണൻ അസൂയമൊഴുക്കയാൽ. കാത്തുകൊൾകന്നെ ധൃതരാഷ്ട്രമന്നവ കാത്തുകൊൾകന്നെ നീ ഗാന്ധാരി മാതാവേ. കാത്തുകൊണ്ടിടുവിൻ ഭീഷ്മരും ദ്രോണരും കാത്തുകൊൾവിൻ സഭാപാലന്മാരെ നിങ്ങൾ. ധർമ്മരാജാവേ ജഗൽപ്രാണമാരുത ധർമ്മപ്രധാനനായുള്ള ദേവാധിപ അശ്വനി ദേവകളെ വന്നു നിങ്ങളും ദുശ്വാസനകൃത ദുഃഖമകറ്റുവിൻ. ആര്യ യുധിഷ്ഠിര ഭീമ ധനഞ്ജയ കൈവെടിഞ്ഞോ നിങ്ങൾ മാതൃസുതന്മാരെ. ആർത്തയായി ഇങ്ങനെ പേർത്തും മുറയിട്ടു പാർത്ഥിവനന്ദന ശാപമിട്ടിടിനാൾ. ധാർത്തരാഷ്ട്രന്മാരെ നിങ്ങൾ ശതത്തെയും പോർത്തലത്തിങ്കേന്നു കൊല്ലുക മാരുതി. പോരായ്മ ചേർപ്പതിനാളായ കർണനെ
പോരിലെതിർത്തു ധനഞ്ജയൻ കൊല്ലുക. വീറുകൊടുത്ത ശകുനിയെയും പോരിൽ വീരനായോരു സഹദേവൻ കൊല്ലുക. ശാപവുമിട്ടവൾ കേഴുന്ന നേരത്തു കോപേന ഭീഷ്മരും ദ്രോണർ വിതുരരും ചെന്നു ധൃതരാഷ്ട്രരോടു പറഞ്ഞിതു, നന്നല്ല മക്കൾ മുടിഞ്ഞുപോമിപ്പോഴേ. തേൻ ചൊല്ലാളാകിയ പാഞ്ചാലി തന്നെ പൂഞ്ചായലും നല്ല പൂഞ്ചേലയും ഒരു ചാഞ്ചല്യമെന്നിയെ തൊട്ടവൻ തന്നെ നീ താൻ ചെന്നു ശിക്ഷിക്കയെന്നതു കേട്ടപ്പോൾ പാഞ്ചാലിയോടു പറഞ്ഞു ധൃതരാഷ്ട്രൻ, വാഞ്ചിതമായതു ഞാൻ തരുവൻ വരം. ചൊല്ലുക വേണുന്നതെന്നതു കേട്ടവൾ ചൊല്ലിനാൾ തൊണ്ട വിറച്ചുകൊണ്ടാകുലാൽ, ഭർത്താക്കന്മാരുടെ ദാസ്യവും എന്നുടെ വൃത്യപ്രവൃത്തിയും ഇല്ലാതെയാക്കണം. അല്ലൽ കളഞ്ഞാലും ഇന്നു തൊട്ടെങ്കിലതില്ലെന്നു ചൊല്ലി ധൃതരാഷ്ട്രർ താൻ തന്നെ വന്ദിച്ചു പാഞ്ചാലി പാണ്ഡവന്മാരുമായി ഇന്ദ്രപ്രസ്ഥത്തിനു പോവാൻ തുടങ്ങുമ്പോൾ മന്നൻ ദുര്യോധനനും ശകുനിയും കർണനും കൂടി നിരൂപിച്ചു കൽപ്പിച്ചാർ, ഇന്നും ഒരു നാളവർ വലുതായി വരുമെന്നാൽ നമുക്ക് ജയിപ്പാൻ പണിതുലോ. ഇന്നും ഒരിക്കൽ വിളിച്ചു പൊരുതെങ്കിൽ എന്നതനുവദിച്ചു ധൃതരാഷ്ട്രരും. വന്നു പോകിന്നും ഒരിക്കൽ പൊരുകെന്നാൽ വന്നു പോകേണം. കുലനാശമെന്മാനായി ഇന്നി പണയമാകുന്നതു തോറ്റവരിന്നു തന്നെ വനവാസം തുടങ്ങണം. 12 സംവത്സരം മുഴുവൻ ഗതസാദം തപസാവനത്തിൽ വസിക്കണം. അജ്ഞാതവാസവും ഓരാണ്ടു ചെയ്യണം. വിജ്ഞാനികളുള്ള നാട്ടിലിരുന്നിട്ടു മധ്യേ അറിഞ്ഞു പോയിടുകിൽ പിന്നെയും അബ്ദം ത്രയോദശമിങ്ങനെ വാഴണം എന്നു പറഞ്ഞു നിരത്തിപ്പൊരുതിതു മന്നവൻ ധർമ്മജൻ. പിന്നെയും തോറ്റുപോൽ കുന്തിസുതന്മാർ ധൃതരാഷ്ട്ര തന്നെയും ദ്രോണരെയും കൃപാചാര്യനെയും തഥാ താണു തൊഴുതിതു ഭീഷ്മരെയും നന്നായി വീണു നമസ്കരിച്ചാർ മുനിമാരെയും കേണു തുടങ്ങിനാർ പൗരജനങ്ങളും. അശ്വത്ഥമാവാദിയുള്ളോരവരോടും വിശ്വാസമുൾക്കൊണ്ടു യാത്രയും ചൊല്ലിനാം. വിശ്വസിച്ചിടുവിൻ ദൈവത്തെ എന്നത് വിശ്വസ്തനായ വിതുരൻ ഉര ചെയ്താൻ. പാരിച്ച കാരുണ്യമുണ്ടായിരിക്കണം. നേരത്തു ഞങ്ങൾ വരുന്നതുമുണ്ടല്ലോ. കർമ്മവശാൻ വരുന്നതൊഴിക്കാമോ ധർമ്മസുത എന്നവർകളും ചൊല്ലിനാർ. നാടും നഗരവും വീടും ഉപേക്ഷിച്ചു കാടകം പൂവാൻ ജടാവൽക്കലം പൂണ്ടു കൂടവേ പോയിതു ധൗമ്യൻ അവരോട് ഗൂഢസ്മിതനായി ചമഞ്ഞു സുയോധനൻ. ബ്രാഹ്മണരും അനുജന്മാരും ഭാര്യയും ധാർമ്മികനാകിയ ധർമ്മതനയനും പോകുന്നതു കണ്ടു സാധുജനങ്ങളും വേഗം മനസ്സോടു കണ്ണുനീരും വാർത്തു തങ്ങളിൽ നോക്കാതെ മിണ്ടാതെ തിങ്ങിന വേദന പൊങ്ങിയെല്ലാവരും നിൽക്കുന്ന നേരത്തു സദ്ഗതിയുണ്ടാവാൻ പുക്കാരടവയിൽ പാണ്ഡവരുമന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഇതി ശ്രീമഹാഭാരതേ സഭാപർവം സമാപ്തം.